പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം എനിക്ക് ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ആലോചിച്ച സമയത്ത്, ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഈ റൂമിൽ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പല ആളുകൾക്കും മടുപ്പൊക്കെ വരുന്നുണ്ടാവും, ഇങ്ങനെ കേട്ട് കേട്ട്. കാരണം വേറെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇനി മടുപ്പ് വരുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ എങ്ങനെയായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ആരെന്നെ കളിയാക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിനെ കുറിച്ച് എടുത്തിരുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ച്, നമ്മളിൽ ഓരോരുത്തരുള്ള കഴിവുകൾ എന്താണ്. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും ഏതൊരു വ്യക്തിയിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ കഴിവ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് പറയാൻ മാത്രമുള്ള കഴിവുകളൊന്നും എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് പഠിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് വാങ്ങുന്ന കൂട്ടത്തിലോ അങ്ങനെയൊന്നും ഒരു കഴിവ് എനിക്കില്ല. ഒരു ആവറേജിൽ പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ചിന്തിച്ചു, മറ്റെന്താണ് എൻ്റെ മുന്നിലുള്ളത്. സത്യം പറയാണ്, ഈ ചിത്രം വരയൊക്കെ കാണുമ്പോഴേ, നമ്മൾ വരയ്ക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് എന്ത് ഭംഗിയായിട്ട് അവർ വരയ്ക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ 5 ഇട്ട കിളിയും 6 ഇട്ട പൂച്ചയല്ലാതെ എനിക്കെപ്പോഴും ഒന്നും വരയ്ക്കാറില്ല. എൻ്റെ കുട്ടികളെപ്പോഴും എന്നെ കളിയാക്കുകയും ചെയ്യും, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്നിട്ട്. സത്യമായിട്ടും എനിക്കത് അറിയില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, വരയ്ക്കാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് ഇല്ലല്ലോ. പിന്നെ പാടുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് അസൂയ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, പാട്ടുകാരോടാണ്. നമ്മളെല്ലാവരും, ഇനിയിപ്പോൾ ഏതൊരാൾക്കും മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടുകളാണ് അല്ലേ. നമ്മളാരും ഏതൊരു വ്യക്തി, നമ്മളൊരുപാട് എന്താ പറയുക, ഈ യൂട്യൂബിൻ്റെ ഈ പല പല കഥകളോ മറ്റൊക്കെ കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പാട്ടുകളാണ്. അത് പാടാനുള്ളൊരു കഴിവ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, എനിക്കാണെങ്കിൽ ഈ പാടാനുള്ളൊരു കഴിവില്ല, വരയ്ക്കാനുള്ളൊരു കഴിവില്ല, നന്നായിട്ട് പഠിക്കാനുള്ളൊരു കഴിവില്ല, പിന്നെ എന്താണ് നമുക്കൊക്കെ ഉള്ളൊരു കഴിവ് എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പെർഫെക്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ എന്താ ഒരു, ഇപ്പോൾ നമ്മളൊരു ബുക്സൊക്കെ പൊതിയുന്ന സമയത്ത് അത് നല്ല ടൈറ്റിലൊക്കെ പൊതിഞ്ഞാലല്ലേ അതൊരു ഭംഗിയുണ്ടല്ലോ. കുട്ടികളുടെ ബുക്സൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അതൊരു പെർഫെക്ഷയ്ക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലും ഒരു വീക്കാണ്. പിന്നെ ഇങ്ങനെ ഞാൻ ആലോചിച്ച സമയത്ത് അപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇന്നിലും ഒന്നും ഇല്ലാതിരിക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ചിലത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, എനിക്ക് ആകെ ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. ആളുകളോട് സംസാരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇനിയിപ്പോൾ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആകെ കോൺഫിഡൻസ് തോന്നിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും, അത് കഴിവെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ ജോലിയുടെ ഭാഗമായതുകൊണ്ടൊരു കഴിവാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലേ. നമുക്ക് ആ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊരു കഴിവല്ലേ. പറയുന്നത് അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നിൽ ആ ഒരു കഴിവുണ്ടല്ലോ, തൽക്കാലം അതുണ്ട്. പക്ഷേ പിന്നെ ഞാനിങ്ങനെ ബാക്കോട്ട് ചിന്തിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായിരുന്നു എനിക്കുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടുള്ള ഒരു കാലഘട്ടം ഓർമ്മിച്ചേട്ടോ. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞിക്കവിതകൾ എഴുതുന്ന ഒരാളാട്ടോ. അത് വലിയ നന്നായിട്ടൊന്നും അറിയില്ല, കാരണം ബുക്സൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും. എനിക്ക് അങ്ങനെ ബുക്സ് വായനയൊന്നുമില്ല, അങ്ങനെ വായിക്കുക കാര്യങ്ങൾ. ഞാൻ വായിക്കുന്ന പോലെ നോവലുകളൊക്കെ ഇരുന്ന് വായിക്കും എന്നല്ലാതെ, പ്രതിലിപി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആപ്പൊക്കെ, ഞാൻ ഇരുന്ന് നോവലൊക്കെ വായിക്കും. അല്ലാതെ നമുക്കിങ്ങനെ ബുക്സ് കൊണ്ടുവന്ന് അത് കളക്ട് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും കൊണ്ടുവന്നിട്ടോ അങ്ങനെ ഇരുന്ന് ഭംഗിയായിട്ട് വായിക്കുന്ന ഒരാളേ അല്ല ഞാൻ. എന്നാൽ ചില ബുക്കുകളൊക്കെ വായിക്കും, ചിലതൊക്കെ എനിക്കെല്ലാം ഇഷ്ടമാകും, പക്ഷേ ചിലതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ നോക്കി ആരെഴുതിയെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച സമയത്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നപ്പോൾ കുടുംബടം സ്കൂളിലാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ UP സെക്ഷനിൽ, എൽ പിയിലൊന്നും നമുക്ക് ആ കഴിവൊന്നുമില്ല, പക്ഷേ UPയിൽ എത്തുന്ന സമയത്ത് ഒരു 6ാം ക്ലാസ്സിലെറ്റ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു കുട്ടിക്കവിത എഴുതിയത്. കുട്ടിക്കവിത എന്നല്ലാതെ അന്ന് ഫസ്റ്റ് വന്നത്, എനിക്ക് വരികൾ ഓർമ്മയുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്നില്ല. രണ്ട് കവിതയാണ് എഴുതിയത് ആ സമയത്താണ്. അതിലൊന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അത് സത്യം പറഞ്ഞാൽ 6ാം ക്ലാസ്സിലെ എക്സാമിന് വന്നതാണ്, ജാലിയൻവാലാബാഗിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാമിന് വരുമ്പോൾ ഏതെങ്കിലും അതിനെക്കുറിച്ച് എഴുതാനാണ്, അതെന്തും ആവാം, കവിതയാവാം, കുറിപ്പാവാം, എന്തും എഴുതാം. പക്ഷേ അന്ന് ഞാൻ എഴുതിയതാണ് ആ ഒരു ജാലിയൻവാലാബാഗിനെ കുറിച്ച് എഴുതിയത്. അപ്പോൾ ആ ഒരു വരികൾ എനിക്കറിയാം, പക്ഷെ അത് ഞാൻ ഇപ്പോൾ ചൊല്ലുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആദ്യമായിട്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് കേട്ടോ. കവിത എന്ന് പറയാം, ഒരു ഈടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. ആ പ്രായത്തിലുള്ള കുട്ടിക്ക് അത് കവിത തന്നെയല്ലേ. അപ്പം അത് ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വിചാരിച്ചത് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു 8-10 വരി എഴുതാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത് അവിടെ നിന്നാണ്.
അപ്പോൾ അത് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കവിത എഴുതി. വെറുതെ നമുക്ക് ആലോചിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുഴപ്പമില്ലല്ലോ എഴുതാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാനൊരു കവിത എഴുതി. ആ കവിത അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, എന്നെ കളിയാക്കരുത്, എനിക്ക് ഈണമില്ല. ഞാനിത് എന്താ പറയുക, ചൊല്ലുന്നതോട് കൂടി നിങ്ങൾ ഓടി പോകുന്നു ചെയ്യരുത്, കേട്ടിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഒന്ന് ചൊല്ലി തരട്ടെ. അതിൽ ഫസ്റ്റ് കേട്ടോ, അത് ഞാൻ ഇട്ട പേരായിരുന്നു അനാഥ. അത് ഒന്നും ഉണ്ടായിട്ടില്ല, അന്നങ്ങനെ എഴുതാൻ തോന്നി. അതിലൊന്നാണ്. അതിൽ ഞാൻ ജസ്റ്റ് വരികളൊന്ന് പറയാം. അച്ഛനാരാണെന്നറിയില്ലെനിക്ക്, അമ്മയാരാണെന്നറിയില്ലെനിക്ക്, കൂടെ പിറപ്പുകളാരുമില്ലെങ്കിലും കൂട്ടിനായി സ്വന്തമേകാന്തത മാത്രം, കൂട്ടിനായി സ്വന്തമേകാന്തത മാത്രം. കണ്ണീർ തടത്തിൽ നിന്നുറ്റുറ്റു വീഴുന്നു, തണ്ണീർ കണക്കെ കുതികുത്തിയൊഴുകുന്നു, സൂര്യതാപത്തെയും മറികടന്നെത്തുമെൻ കവിളിൽ ഉണങ്ങിപ്പിടിച്ച ചുടുകണ്ണീർ, കവിളിൽ ഉണങ്ങിപ്പിടിച്ച ചുടുകണ്ണീർ. ആത്മാവിലായിരമായിരം ചോദ്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിറഞ്ഞു നിൽപ്പു. എന്നെ ജനിപ്പിച്ച അമ്മയാര്, എൻ്റെ കണ്ണുകൾ കാണാത്ത അച്ഛനാര്, എന്നെ ജനിപ്പിച്ച അമ്മയാര്, എൻ്റെ കണ്ണുകൾ കാണാത്ത അച്ഛനാര്. ഇതായിരുന്നു എൻ്റെ കവിതകളിൽ ഫസ്റ്റ് ഞാൻ എഴുതിയ 2 കവിതകളിൽ ആദ്യത്തെ കവിത. ഇത് വലിയ രസമൊന്നുമില്ല, പക്ഷേ വെറുതെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ടോപ്പിങ്ങിനെ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല, എന്താ ഞാൻ നിങ്ങളടുത്ത് പറയുക എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തത്. അപ്പോൾ അതാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞു കവിത, ഒരുപാടൊന്നുമില്ല, പക്ഷേ ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ചിലതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു പരിപാടികൾ എഴുതി. സത്യത്തിൽ ഇപ്പം ഞാൻ പറയാൻ വന്നത്, ഇന്ന് ഞാൻ ഇങ്ങനെ നിങ്ങളടുത്ത് ഓരോരുത്തരോടും ചോദിക്കാനുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും പറയില്ലേ എനിക്കൊരു കഴിവില്ല പറയുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളിൽ എന്താണ് കഴിവുള്ളതെന്നുള്ളത്? ഇല്ലെങ്കിൽ അത് നോക്കണം. പിന്നെ നമുക്ക് ആ കഴിവിനെ നമ്മളൊന്ന് വളർത്തിയെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മളെ നോക്കാനുള്ള സമയം കണ്ടെത്തണം. ഹെൽത്തോ പൈസയോ ഒന്നുമല്ല, അതിൻ്റെ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. ഞാൻ ഈ ഒരു സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ പറഞ്ഞല്ലോ ഈ കുഞ്ഞു കവിതകളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എൻ്റെ ആദ്യകൂട്ടന് ഇതേപോലെ ചെറിയ കുട്ടിക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും അവിടെ സ്കൂളിൽ കവിത തന്നെ ഞാൻ എഴുതി കൊടുക്കലുണ്ട്. അത് അവൻ്റെ ആ പ്രായത്തിലുള്ള കവിതകൾ. അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറിച്ച് കൊടുക്കും കേട്ടോ. വലിയ രസമൊന്നും ഉണ്ടായിട്ടല്ല, കൊടുക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ആ പരിപാടികളൊന്നും ഇല്ല കേട്ടോ, കുറേ വർഷങ്ങളായിട്ട്. പിന്നെ ഞാനിങ്ങനെ പിന്നെ അതുപോലെ വേറൊരു സംഭവമുണ്ട്, എനിക്ക് വായിക്കുന്നതിൽ ഭയങ്കര ഇഷ്ടം. വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ ഞാൻ പേര് മറന്നു, പക്ഷേ നമ്മളെ കാക്ക കുളിച്ചാൽ കൊക്കാകുമ്പോൾ എന്തായിരുന്നു ആ ഒരു ഇത് ഞാൻ മറന്നുപോയി. പക്ഷേ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു ഫീലിങ്ങോട് കൂടി വായിക്കാറില്ലേ? ഒരു വായനയ്ക്ക് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് വായിക്കാം. എനിക്കിഷ്ടമുള്ള സംഭവമാണത്. വായിക്കുന്നത് നമ്മൾ ആ ഒരു സങ്കടം വരുമ്പോൾ സങ്കടത്തിൻ്റെ രൂപത്തിലും സന്തോഷം വരുമ്പോൾ അതിലും ആ രീതിയിൽ വായിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സംഭവം എൻ്റെ കയ്യിലുണ്ട്. സാഹിത്യം വായിക്കുക ഇപ്പോഴും എനിക്കിഷ്ടമാണ്. സാഹിത്യം വായിക്കുക ആ രീതിയിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. സാഹിത്യം എഴുതല്ല, വായിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ 2-3 കാര്യങ്ങളാണ് ഞാൻ ഇന്നിൽ കണ്ടിട്ടുള്ളത്. അത് വായിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കുറിക്കുക, ആളുകളോട് സംസാരിക്കുക. വേറൊരു കഴിവുമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നിലുണ്ട് എന്ന് എൻ്റെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്താ അറിയോ, നിങ്ങളിലും എന്തൊക്കെ ഉണ്ടാവില്ലേ? വെറുതെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു കൊണ്ട് എന്താ, ചില ആളുകൾ നന്നായിട്ട് പാചകം ചെയ്യും, അതൊരു കഴിവാണ് അല്ലേ? വരയ്ക്കുന്നതും പൊതിയുന്നതും ഓരോ പരിപാടികൾ എല്ലാത്തിലും എന്തെങ്കിലും. ഇപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ബാഗൊക്കെ ഉണ്ടാക്കുന്നത്, പാവക്കുട്ടി ഉണ്ടാക്കുന്നത്, പിന്നെ മാലകൾ അങ്ങനെ കോർത്ത് ചെയ്യുന്നത്, പിന്നെ നമ്മളെ ഡ്രസ്സാണെങ്കിലും ഫാഷൻ ഡിസൈനർ പറഞ്ഞ ആളുകളാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഇത് നമ്മളിൽ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളതൊക്കെ ഒന്ന് പുറത്തെടുക്കാം. അത് രസമല്ലേ, നമ്മളൊരു മാനസിക സന്തോഷം എന്ന് പറയും. ഇനി ഒന്നും കൂടി ഞാൻ പറയട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു +2 എന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു കവിത. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി, ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെപ്പോഴും ആയിരുന്നു. അവളെ കല്യാണത്തിന് സമയത്ത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ കളിത്തോടി എന്ന് പറഞ്ഞൊരു കവിത, ആ കവിത ഞാൻ പിന്നെ നിങ്ങൾക്ക് ചൊല്ലിത്തരണം കേട്ടോ. ഇപ്പം എനിക്ക് ഫുൾ വരികൾ അറിയില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ ആ സംഭവം ഉണ്ട്. അമ്മ പറഞ്ഞു അതുണ്ട്, ഞാനൊരു ഒരു ഡയറിയിൽ എഴുതി വെച്ചതാണ്, അതുണ്ട്. അത് പക്ഷേ അത്യാവശ്യം വരികളുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ വേണ്ടിയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് ഗിഫ്റ്റിൻ്റെ കൂടെ ഈ ഒരു കവിതയും കൂടെ വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾ പറഞ്ഞത് അവൾക്കുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വല്ലാതെ അങ്ങനെ എന്തായി തോന്നില്ല, വല്ലാതെ ഞാൻ അങ്ങനെ വിട്ടുപോയി. അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ട്. പിന്നെ എഴുതിയിട്ടില്ല.
വല്ലപ്പോഴും പനിയെത്തി പഠിക്കുന്ന സമയത്ത് നോക്കും മാഗസിൻ എന്തോ വേണം അങ്ങനെ കുഞ്ഞത് അത്രയൊക്കെ ഉള്ളൂ, അല്ലാതൊന്നുമില്ല എഴുതല്ല. ഇപ്പം ഞാൻ ഇവിടെ കിടന്ന സമയത്ത് ഞാനിട്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് വെറുതെ പറഞ്ഞു, ഞാൻ കവിയത്രയ്ക്ക് നിങ്ങൾക്ക് ഇന്ന ഒരു വിലയില്ലല്ലോ. ഞാൻ അപ്പോൾ പുള്ളിക്കാരെ എപ്പോഴും കളിയൊക്കെ കേട്ടോ. അപ്പോൾ എവിടെ എൻ്റെ കവിത ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഞാൻ എഴുതും പറഞ്ഞു. എന്നാൽ എവിടെ നിങ്ങൾക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ എഴുതാറിയില്ല എനിക്ക്, ഞാൻ മറന്നുപോയി ആ കാര്യങ്ങളൊക്കെ. നമുക്ക് കവിത എന്ന് പറയാൻ വലിയ ഈണമൊന്നും വേണ്ടല്ലോ, പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എന്തോ നമ്മുടെ മനസ്സിനിടത് എന്തെങ്കിലും ഒന്ന് എഴുതിയാലോ എന്ന്. അങ്ങനെ ഞാൻ എഴുതിയ ഒരു കവിത, അത് കവിത ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ, നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഞാനിങ്ങനെ പറയുമ്പോഴേ ഇതാണോ കവിത, അപ്പം കവിതയ്ക്ക് എന്താ പറയാന്നൊന്നും എന്നെ കളിയാക്കരുത്. ഇതാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ അറ്റാച്ച് ചെയ്യാൻ എനിക്ക് അറിയില്ല കേട്ടോ. അതാ ഈ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ കാണണ്ടാവില്ല. ഇത് ഞാൻ പക്ഷേ ഒന്ന് ചൊല്ലിത്തരാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്താണ്. വെറുതെ ജീവിതം എന്നാണ് ഇതിൻ്റെ പേര്. ഇതും കൂടെ ഞാൻ ചൊല്ലിയിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. രസമുണ്ടല്ലോ എന്നല്ല, പക്ഷെ എന്തായാലും നിങ്ങൾ കമൻറ്റ് തരണം. ബാഡാണെങ്കിൽ ബാഡാണ് പറഞ്ഞോളൂ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നല്ലത് മാത്രം പറയാനോ കേൾക്കാനോ അല്ലല്ലോ കമൻറ്റ് ബോക്സ് ഉള്ളത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വരികൾ മാറ്റണം എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കണം എന്നുള്ളത് ഒക്കെ നിങ്ങൾ പറയൂ. ഇത് ഞാൻ എന്താ വെച്ചാൽ ഒന്ന് വെറുതെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്, എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാനുള്ളത്. അപ്പം നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണം. ഇതെന്തായാലും ഇതും കൂടെ വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തണം, ഒരുപാട് സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ. ജീവിതം എന്നാണ് ഹെഡിങ്. പ്രതീക്ഷകൾ അറ്റുപോയ രോഗമീ അവസ്ഥയിൽ പ്രണയമാണ് എനിക്ക് ഈ ജീവിതത്തോട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടൊരാ നിമിഷത്തോട്, പ്രതീക്ഷ തൻ കണ്ണിലേക്ക് ഉറ്റുനോക്കുന്ന ഞാൻ പൈതങ്ങളോട്. കാലൻ എനിക്കായി കാത്തുവെച്ചൊരു ഈ വീതിയിൽ കാലവും ദൈവവും എൻ കൈപിടിച്ചു, കൈവിടില്ലെന്ന പ്രതീക്ഷയിൽ പിന്നെ ഞാൻ കൈകൂപ്പി കണ്ണിറച്ചു കണ്ണന് മുമ്പിൽ. ആദ്യമായി ഇറങ്ങുന്ന യാത്രയിൽ ചെന്നെത്തണം, ആദ്യം എനിക്കെൻ്റെ കണ്ണനെ കാണണം. ഞാൻ അറിയാ ദേഹികളിൽ നിന്നൊരു വിടുന്ന നാമങ്ങൾ, ഞാൻ എന്ന ദേഹത്തെ തിരിച്ചു നൽകി. പാറിപ്പറന്നൊരാ നഷ്ടസ്വപ്നങ്ങളോർത്തു പ്രാർത്ഥനയോടെ ഞാൻ കാത്തുനിൽപ്പും. ഇത്രയും എഴുതിയതാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.